പഴയങ്ങാടി മുട്ടുകണ്ടി പുഴയോരത്ത് നിന്ന് പഞ്ചായത്ത് അധികൃതർ JCB ഉപയോഗിച്ച് പിഴുതുമാറ്റിയ കണ്ടൽക്കാടുകൾ പുഴയിൽ തന്നെ തള്ളിയത് മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതം സൃഷ്ടിക്കുന്നു. ഇവ അടിയന്തരമായി മാറ്റണമെന്ന ആവശ്യവുമായി മത്സ്യത്തൊഴിലാളികൾ രംഗത്ത്. കണ്ടൽക്കാടുകൾ പിഴുതുമാറ്റിയതും പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഏഴോം പഞ്ചായത്ത് ഇടപെട്ടാണ് പുഴയോരം ശുചീകരിക്കുന്നതിന്റെ ഭാഗമായി കണ്ടൽക്കാടുകൾ വെട്ടിവൃത്തിയാക്കിയത്. എന്നാൽ ഇവ പുഴയിൽ തന്നെ ഉപേക്ഷിച്ചത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയാസമുണ്ടാക്കുകയാണ്. ഇപ്പോൾ ഇവർക്ക് പുഴയിലേക്ക് ഇറങ്ങാനും മറ്റും സാധിക്കുന്നില്ല. ഒപ്പം മാലിന്യങ്ങളും മറ്റും ഇവിടെ അടിഞ്ഞുകൂടുന്ന അവസ്ഥയുമുണ്ട്. കണ്ടൽക്കാടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിലാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ കുരുങ്ങിക്കിടക്കുന്നത്. ഇത് പുഴയിലെ മത്സ്യസമ്പത്തിനെയും ബാധിക്കാൻ സാധ്യതയേറെയാണ്. ആ റോഡ് സൈഡിൽ നേരത്തെ ഉണ്ടായ ചുള്ളിക്കണ്ടലും ഉപ്പൂറ്റിയും കണ്ടൽക്കാടും ഇങ്ങനെ 3 തരത്തിലുള്ള കണ്ടൽ ചെടികളാടി ഉണ്ടായിരുന്നു. അതെല്ലാം അവിടെ നിന്ന് മുറിച്ച് മാറ്റിയിട്ട് നശിപ്പിച്ചു. അത് ഉണങ്ങിയിട്ട് അത് റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മത്സ്യം പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വല കൊടുങ്ങുകയും നമുക്ക് നേരത്തെ ഉണ്ടായ മത്സ്യങ്ങൾ അവിടെ വന്ന് മുട്ടിയിടുകയും ചെയ്യുന്ന അങ്ങനെയുള്ള മത്സ്യങ്ങളെല്ലാം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി അങ്ങ് പോകും. കാരണം അവിടെ നിന്ന് നശിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്ന്. ആ കണ്ടലിൻ്റെ അടിയിലുണ്ടാവുന്ന ഒരുപാട് ജീവികളുണ്ട്. ആ ജീവികളും അവിടെ നിന്ന് നശിച്ചു പോകും. അപ്പം നമ്മുടെ ഈ സൈഡിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാ ചെടികളും നശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നിലനിർത്തണം. അപ്പം നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല. റോഡിന് ബാധിക്കുകയും ചെയ്യും. നമ്മുടെ മത്സ്യസമ്പത്തിനെ വരെ ഈ കണ്ടൽക്കാട് നശിപ്പിച്ചു കഴിഞ്ഞാൽ ബാധിക്കും. അപൂർവ ഇനം കണ്ടൽ ചെടികൾ കാണപ്പെടുന്ന പ്രദേശം കൂടിയാണ് ഏഴോം. കണ്ടൽക്കാടുകളെ സംരക്ഷിക്കണമെന്നും ഒപ്പം വെട്ടിമുറിച്ച കണ്ടൽക്കാടുകൾ പുഴയിൽ നിന്നും മാറ്റാനുള്ള നടപടികൾ വേണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.